അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അനുമോൾ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മാന്നാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു BSc നേഴ്സാണ്. എനിക്ക് വിദേശത്ത് പോകണം എന്നുള്ളത് ഭയങ്കര വലിയ ആഗ്രഹം തന്നെയായിരുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത് 2022 മെയ് മാസം 24-ാം തീയതിയാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ 2 പ്രാവശ്യം OET എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക് ജോസഫ് അച്ഛനെ കാണാനും അച്ഛൻ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ നിന്ന് കിട്ടിയ കാശ് രൂപം വെച്ച് ഞാൻ പരീക്ഷ എഴുതാനായിട്ട് നെക്സ്റ്റ് ഡേറ്റ് എടുത്തു. എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കാശ് രൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് എഴുതിയത്. പക്ഷേ 3ാമത്തെ പ്രാവശ്യവും എനിക്ക് കിട്ടിയില്ല. 4ാമതും ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. 4ാമത്തെ പ്രാവശ്യവും എനിക്ക് OET കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, ജോസഫ് അച്ഛനെ കണ്ടു, എന്നിട്ട് എന്താണോ എനിക്ക് OET കിട്ടിയില്ല. പിന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങി കാരണം ഞാൻ ഡൽഹിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടുന്ന് ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ OETക്ക് വേണ്ടി OET ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്ര നാളായിട്ട് OET കിട്ടിയില്ല, എന്താ പോവാത്തേ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ എനിക്ക് ഗ്യാപ്പ് വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ പറഞ്ഞത്, നീ ഉടമ്പടി എടുത്തു, 2 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഉടമ്പടി പറയുന്ന കാര്യങ്ങളൊന്നും നീ ചെയ്യുന്നില്ല എന്ന്. അത് സത്യമായിരുന്നു. കാരണം ഇവിടുന്ന് കിട്ടുന്ന പത്രം എൻ്റെ അമ്മയാണ് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുത്തിരുന്നത്. എനിക്ക് പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ ഭയങ്കര നാണക്കേടായിരുന്നു. പിന്നെ ഞാൻ സാക്ഷ്യങ്ങളൊന്നും തന്നെ കേട്ടില്ല. ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെ സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങി. ചൊവ്വാഴ്ചയിൽ വരുന്ന ധ്യാനം കണ്ടു. അങ്ങനെ ധ്യാനം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഷെയർ ചെയ്തു തുടങ്ങി. ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഓരോ ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടു കൊടുത്തു. അതുമൂലം അവർ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും അവർക്ക് സൗഖ്യം നൽകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 5ാമത്തെ പ്രാവശ്യം ഞാൻ OET എഴുതി. ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചു. ഇവിടുന്ന് കിട്ടിയ തൈലം എൻ്റെ നെറ്റത്തും നാക്കിലും തൊട്ട് ഞാൻ കുരിശ് വരച്ചിട്ടാണ് എഴുതിയത്. ഓരോ മൊഡ്യൂൾ തീരുമ്പോഴും ഞാൻ ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഓരോ മൊഡ്യൂളും കൊടുത്തത്. ആ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ന്യൂസിലൻഡിലേക്ക് പോകാനുള്ള സ്കോർ കിട്ടി. എന്നാലും എനിക്ക് തടസ്സങ്ങളായിരുന്നു. കാരണം എനിക്ക് ക്യാപ്പിന് അഡ്മിഷൻ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജൂണിൽ ക്യാപ്പിന് അഡ്മിഷൻ കിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒക്ടോബറിലാണ്, പക്ഷെ അതെനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നില്ല ഏജൻസിക്കാർ. പിന്നെ എനിക്ക് നെക്സ്റ്റ് ഇയറിലായിരിക്കും അഡ്മിഷൻ ചിലപ്പോൾ ശരിയാവാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഈ ഡിസംബർ ആകുമ്പോൾ എൻ്റെ OETയുടെ വാലിഡിറ്റി തീരും. അങ്ങനെ നമ്മൾ പറയില്ല, മാതാവ് നേരിട്ടായിരിക്കില്ല, പല രൂപത്തിൽ അല്ലെങ്കിൽ പലരെയും നമ്മൾ സഹായിക്കാനായിട്ട് മാതാവ് അയക്കുമെന്ന്. അതേപോലെ ഒത്തിരി പേര് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നു. അവർ മുഖേന എനിക്ക് ഒക്ടോബറിൽ ക്യാപ്പ് അഡ്മിഷൻ ശരിയാക്കി തന്നു. അങ്ങനെ എൻ്റെ വിസ വന്നു, ടിക്കറ്റ് വന്നു. ഞാൻ അടുത്ത ബുധനാഴ്ച ഒക്ടോബർ 2-ാം തീയതി ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകും. അങ്ങനെ ഒരു വലിയ ആഗ്രഹം അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അതിന് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ വീണ് കൈക്ക് റിസ്റ്റിന് ഫ്രാക്ചറായി. പല ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി. അവരൊക്കെ പറഞ്ഞ് സർജറി ചെയ്യണം, സർജറി ചെയ്താലാണ് പഴയതുപോലെ വെയിറ്റ് എടുക്കാനും കൈ അനക്കാനൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൈക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി അമ്മ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, സർജറി ചെയ്യാതെ തന്നെ എൻ്റെ അമ്മയുടെ കൈ ശരിയാക്കി തരണമെന്ന്. അങ്ങനെ പ്ലാസ്റ്റർ ഇടുക ചെയ്തേ. 3.5 മാസത്തോളം എടുത്തു. പ്ലാസ്റ്റർ വെട്ടി. അതിൻ്റെ ഇടയിൽ കൈയുടെ വിരലുകളിലൊക്കെ ഞാൻ ഇവിടുന്ന് കിട്ടിയ തൈലം പുരട്ടുമായിരുന്നു. പ്ലാസ്റ്റർ വെട്ടി കഴിഞ്ഞിട്ടും ഞാൻ അമ്മയുടെ കയ്യിൽ തൈലം വെച്ച് പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഇപ്പം എൻ്റെ അമ്മയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കൈക്ക് ചെറിയൊരു വളവുണ്ട്, എന്നാലും പഴയതുപോലെ റൈറ്റ് ഹാൻഡ് എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കാം. കൈക്ക് ഭാരം എടുക്കുന്നതിനും യാതൊരു പ്രശ്നവുമില്ല. ഇത്ര അനുഗ്രഹങ്ങൾ എനിക്ക് തന്നതിന് മാതാവിനോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകുമായിരുന്നു. അവരായിട്ട് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ എൻ്റെ മുന്നിൽ ബുദ്ധിമുട്ട് കൈനീട്ടി വരുന്നവർക്ക് എനിക്ക് പറ്റാവുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. പിന്നെ ഞാൻ വചനം എഴുതുമായിരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവം നിനക്കതിന് ഉത്തരം നൽകുമെന്ന്. അത് സത്യമാണ്. കാരണം ഞാൻ പലയിടത്തും സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ട്, OETന് നിർത്താം, ഞാൻ വേറെ വല്ല സ്ഥലത്തേക്കും പോവാന്നൊക്കെ. പക്ഷേ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച മാതാവും തിരുക്കുമാരനും അതിന് ഉത്തരം നൽകും. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നതിന് മാതാവിനോട് കോടാനുകോടി നന്ദി പറയുന്നു.